ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാ ബന്ധുവുമങ്ങു തന്നെ. അങ്ങെൻ്റെ വിദ്യ ധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവാ. ശ്രീമദ് ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതി യോഗം 14-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. സർവമേതധൃതം മന്യേ യന്മാം വദസി കേശവ യത് മാം നഹി തേ ഭഗവനാനവ. മലയാളം. ഇച്ചൊന്നതെല്ലാം സത്യം താൻ ഓരുന്നിന്നു കേശവ, നിൻ വ്യക്തരൂപം ദേവന്മാർ ദാനവർക്കുമറിഞ്ഞിടാം. കേശവ, മാം യത് വദസി ഏതത് സർവം ഋതം മന്യേ. ഹേ കേശവ, എന്നോട് അങ്ങ് പറയുന്നതെല്ലാം തന്നെ ഋതം മന്യേ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭഗവൻ അവിടെ വിളിക്കുന്നത് മാറി ഹേ കേശവ എന്നുള്ളതിന് പകരം ഭഗവൻ എന്നാണ് വിളിക്കുന്നത്. തേ വ്യക്തിം, അങ്ങയുടെ യഥാർത്ഥ സ്വരൂപത്തെ ദേവാഹ ന വിദുഹു, ദേവന്മാരോ ദാനവാഹ നഹി, ദാനവന്മാരോ ആരും തന്നെ അറിയുന്നില്ല. അപ്പം ഭഗവാനെ ഒരു മനുഷ്യരൂപത്തിൽ ദർശിച്ചുകൊണ്ടാണ് അർജുനന് മുഴുവനായിട്ടും ഭഗവാൻ പരമ്പൊരുളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാഞ്ഞത്. അതുകൊണ്ട് അത്ഭുതം കൊണ്ടിങ്ങനെ അത്ഭുതം കൂറുക എന്ന് പറയില്ലേ, നമ്മൾ അത്ഭുതം കൊണ്ട് നിൽക്കുകയാണ്, സ്തബ്ധരായിട്ട് നിൽക്കുകയാണ് അർജുനൻ. ഇതെല്ലാം കേട്ടപ്പം ഈ പറഞ്ഞതെല്ലാം സത്യമാണോ? അയ്യോ, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ മഹാത്മാവ്, ഈ ശ്രീകൃഷ്ണൻ മഹാത്മാവാണ്, പരമ്പൊരുളാണ്. ഇതെല്ലാം ചെയ്തതും ചെയ്യിക്കുന്നതും സൃഷ്ടിയും നിലനിർത്തുന്നതും സംഹാരവും എല്ലാം ചെയ്യുന്നത് അങ്ങാണ്. ഇതൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ. ശരിക്കും നമ്മൾ മാജിക്ക് കാണുന്ന പോലെ തന്നെയാണ് അല്ലേ? മാജിക്കിൽ എന്തൊക്കെ നമ്മൾ കാണുന്നു, പക്ഷെ സത്യം അതല്ലല്ലോ. അതേപോലെ അങ്ങ് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കോ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പക്ഷെ ഇപ്പം ഞാൻ എന്താണ്, ഋഷിമാർ പറഞ്ഞു കേട്ടു, അവരെല്ലാം പറഞ്ഞു ഞാൻ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങയുടെ കഴിവുകൾ. അങ്ങും അത് തന്നെ പറയുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് കുറേശ്ശെ വിശ്വാസം വരാൻ തുടങ്ങി. മുഴുവനായിട്ടില്ല, കുറച്ചും കൂടെ വിശ്വാസം വരാനുണ്ട്. അതുകൊണ്ട് അങ്ങ് പറയുന്നതെല്ലാം, ഹേ കേശവ എന്നാണ് ആദ്യം വിളിക്കുന്നത്. അങ്ങ് പറയുന്നതെല്ലാം, അങ്ങയെ ശരണം പ്രാപിക്കുന്നവരുടെ ക്ലേശങ്ങളെല്ലാം തീർക്കുന്നവനാകുന്നു. അപ്പോൾ ഈ ക്ലേശങ്ങളെല്ലാം തീർക്കുന്ന കേശവ ഭഗവാൻ സത്യം ആണ് പറയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പൊരുൾ എന്താണെന്ന് മുഴുവനായിട്ടും മനസ്സിലാവുന്നില്ല. അതായത് ഹൃദയത്തിൽ എനിക്ക് അങ്ങയോട് ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട്, നിറഞ്ഞു കവിയാണ് ഇതെല്ലാം. പക്ഷേ എൻ്റെ ബുദ്ധിക്ക് ബോധ്യം വന്നിട്ടില്ല, ബുദ്ധിയോഗം വന്നിട്ടില്ല, എനിക്ക് മുഴുവനായിട്ടും പിടികിട്ടിയിട്ടില്ല. അപ്പം അങ്ങയുടെ യഥാർത്ഥ സ്വരൂപത്തെ എനിക്ക് പോലും മനസ്സിലായിട്ടില്ല. ഇത്രയും നേരം ഞാൻ അങ്ങയുടെ കൂടെ തന്നെയാണ്, എന്നിട്ട് അങ്ങ് ഇതെല്ലാം ഉപദേശിച്ചിട്ട് പോലും എൻ്റെ ബുദ്ധി ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ദേവന്മാരോ ദാനവരോ അറിയുന്നത് എന്നാണ് അർജുനൻ്റെ വാക്കുകൾ. അപ്പോൾ ദാനവന്മാർ എന്ന് പറഞ്ഞാൽ ധനുവിൻ്റെ മക്കളാണ്. സ്വർഗത്തെ ആക്രമിക്കുന്നവരും യാഗം മുടക്കുന്നവരും പൊതുവെ അശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരൊക്കെയാണ്. അവരറിയാൻ വഴിയില്ല. പക്ഷെ ദേവന്മാരോ സ്വർഗവാസികളാണ്. മനുഷ്യർക്കുള്ളതിനേക്കാളും ധാരാളം അറിവുണ്ട്, ശക്തമായ വികാരങ്ങളുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, നിശ്ചിതമായിട്ടുള്ള ബുദ്ധിയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പുരാണങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഇവർക്ക് പോലും ഇതൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. പരമ്പൊരുളിൻ്റെ നന്മയെപ്പോലെ, പരമ്പൊരുളിനെ നമ്മളുടെ നന്മ കൊണ്ട് മിത്രത്തെ പോലെ കെട്ടിപ്പിടിക്കാനോ തിന്മ കൊണ്ട് ശത്രുവെപ്പോലെ പിടിച്ചു കെട്ടാനോ സാധിക്കില്ല. അപ്പോൾ നമ്മൾ കാണുന്നത് മാത്രമേ സാധാരണ നമ്മൾ വിശ്വസിക്കുള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ വിവരണം ആവശ്യമുണ്ട്. ഒന്നുകൂടെ ആ പരമാത്മ സ്വരൂപത്തെ എനിക്ക് മനസ്സിലാക്കി തരണം എന്നാണ് അർജുനൻ പറഞ്ഞത്. ഇനി 15-ാമത്തെ ശ്ലോകം. സ്വയമേവാത്മാനാത്മാനം വേദ്ധത്വം പുരുഷോത്തമ, ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗൽപദേ. മലയാളം.
സൃഷ്ടാവും രക്ഷിതാവും നീ ദേവദേവൻ ജഗൽപതി താൻ തന്നെ അറിവൂ നിത്യം പുരുഷോത്തമനെന്നതും. ഭൂതഭാവേന ഭൂതേശ, ചരാചരങ്ങൾക്ക് ആദികാരണമാണ് അങ്ങ്, അധീശനാണ്, ദേവദേവനാണ്, ദേവദേവ ജഗൽപതി, ജഗാളാണ്. പുരുഷോത്തമ, ഹേ പരമപുരുഷ, ത്വം സ്വയം ഏവ ആത്മാനം വേത്ത, അങ്ങ് മാത്രമേ അങ്ങയെ അറിയുന്നുള്ളൂ, അതും അവനവൻ തന്നെ അവനവനെ അറിയുന്നു. അപ്പോൾ ദേവന്മാർക്ക് അറിയാൻ കഴിയുന്നില്ല, ആർക്കും അറിയാൻ പറ്റാത്തതാണെങ്കിൽ എന്തിനാണ് വിവരിക്കുന്നത്? പക്ഷേ വിവരിക്കാൻ ശ്രീകൃഷ്ണൻ തയ്യാറാണ്. അർജുനനെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും ഭഗവാന് മനസ്സിലായിട്ടുണ്ട്. അപ്പം നേരത്തെ ശ്ലോകത്തിൽ തന്നെ ആദ്യം ഹേ കേശവ എന്ന് വിളിക്കുന്നത് പിന്നീട് ഭഗവാൻ എന്നാണ് മൂന്നാമത്തെ ലൈനിൽ വിളിച്ചത്. എന്താ വെച്ചാൽ ഞാൻ ഇത്രയും അപ്പോൾ പരമ്പൊരുളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഭഗവാൻ എന്ന് വിളിച്ചത്. ഭഗവാൻ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് മനസ്സിലായില്ലല്ലോ അത്. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതെന്താണ് എനിക്ക് മനസ്സിലാവാത്തത്? നമ്മളുടെ മനസ്സിൽ ഇത് കേൾക്കാനുള്ള ഒരു ആർത്തി വേണം, ഒരു ജിജ്ഞാസ. അതിപ്പോൾ അർജുനന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ജിജ്ഞാസ കൊണ്ട് ഒരു കാര്യം അറിയണം, അത് എന്തായാലും കിട്ടിയേ പറ്റൂ. ചില സാധനങ്ങളും ചില ഭക്ഷണ സാധനങ്ങളൊക്കെ വസ്തുക്കളൊക്കെ അങ്ങനെയല്ലേ, ആർത്തിയായിരിക്കും ചിലർക്ക് അതിനോട്. അതേപോലെ നമുക്കിവിടെ ഭഗവാൻ എന്താണ് എന്നറിയാനുള്ള ഒരു ആർത്തിയാണ്, ജിജ്ഞാസ കൂടിക്കൂടി വരണം. ആ ജിജ്ഞാസ കൂടി ഭഗവാനിലേക്ക് എത്തണം. ഭഗവാൻ എന്താണ് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കിയേ പറ്റൂ എന്ന ലെവൽ വരെ നമുക്ക് എത്തണം. ആ ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ നമ്മുടെ മുന്നിൽ ഒരു ഗുരുവിനെ, എങ്ങനെയെങ്കിലും ഒരു ഗുരുവിനെ തരും. ആ ഗുരുവിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ വേണ്ട വീണ്ടും വീണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് അതിനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ടോ എന്ന് ഭഗവാനും തോന്നണം. ഇയാൾക്ക് പറഞ്ഞു കൊടുത്താൽ കുഴപ്പമില്ല, ഇയാൾ യോഗിക്ക് യോഗ്യനാണ് എന്ന് ഭഗവാനും മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കുന്നവരാരാണോ അവർക്ക് മാത്രമേ ഈ പരമ്പൊരുളിനെ അറിയാൻ സാധിക്കൂ. സത്യം അറിയാമെന്ന് വെച്ചാൽ ആർക്കും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ പരമാത്മാവിനെ മനസ്സിലാക്കാൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ മറ്റാർക്കും തന്നെ ഇത് മനസ്സിലാവുന്നില്ല എന്നാണ്. അപ്പോൾ ഇവിടെ ദേവന്മാർക്കോ ദാനവന്മാർക്കോ ഒന്നും അറിയുന്നില്ല. പക്ഷേ ചരാചരങ്ങൾക്ക് ആദികാരണനാണ്, അധീശനാണ്, ഭഗവാൻ ഇന്നതാണ് എന്നതൊന്നും ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. ഈ ആത്മാവിനെ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റുന്നില്ല, നല്ലതോ ചീത്തയായിട്ടുള്ള ചിന്തകളെ കൊണ്ടും അറിയാൻ പറ്റുന്നില്ല. ബോധസ്വരൂപമായതുകൊണ്ട് അത് തിരിച്ചറിയുന്നു. അപ്പോൾ ഒരറിവിനെ അറിയാൻ വേറൊരറിവിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അർജുനൻ പറയാണ്, അങ്ങയെ തന്നെത്താൻ അറിയുന്നു, സ്വയമേവ ആത്മാനം വേത്ത ത്വം പുരുഷോത്തമ. അപ്പോൾ ഈ നേരത്തെ ഭൂതഭാവന, ഭൂതേശ, ദേവദേവ, ജഗത്പതി, ഇതങ്ങ് സൃഷ്ടി നടത്തുന്നത് അങ്ങാണ്, നിലനിർത്തുന്നത് അങ്ങാണ്, ലയിപ്പിക്കുന്നതും അങ്ങ് തന്നെയാണ്. ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ ഒരു ശുദ്ധബ്രഹ്മ ആണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അർജുനന് മനസ്സിലായി തുടങ്ങി. ഇപ്പോൾ ഈ ഒരു സ്വർണത്തിൽ നിന്ന് നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലേ, അതെന്ത് ഡിസൈനോ ആയിക്കോട്ടെ, ഇതെല്ലാം സ്വർണ്ണമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ. അതുപോലെ ആ ബോധമില്ലെങ്കിലോ നമുക്കൊന്നും ചെയ്യാനും അറിയാനും സാധിക്കില്ല. അപ്പോൾ ഒരു വസ്തുവിനെയോ ഒരു സംഭവത്തിനെയോ നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? നമ്മളുടെ മനസ്സും ബുദ്ധിയും എല്ലാം കൂടെ പ്രവർത്തിക്കുമ്പോൾ അത് തരുന്ന ഒരു വെളിച്ചത്തിലാണ് നമ്മൾ ഇതെല്ലാം ഇന്ന സാധനങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ബുദ്ധിപരമായിട്ടുള്ള ആവശ്യമാണ് അങ്ങയുടെ വിഭൂതികൾ കുറച്ചും കൂടെ അറിയാനുള്ള ആഗ്രഹം. അതെനിക്കൊന്ന് പറഞ്ഞു തരൂ. 16-ാമത്തെ ശ്ലോകം.
വക്തുമർഹസ്യ ശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാം സ്ത്വം വാപ്യ തിഷ്ടസി. മലയാളം. ദിവ്യമാം സിദ്ധി ഓരോന്നും ശ്രവിപ്പാനായി അങ്ങീ ജഗത്തിൽ വ്യാപ്തനായതും ഹി അതിനാൽ എനിക്കറിയാൻ ആഗ്രഹമുള്ളത് കൊണ്ട് യാഭിവിഭൂതിഭിഹി എന്തെല്ലാം വിഭൂതികളെ കൊണ്ടാണ് ഇമാൻ ലോകാൻ വ്യാപ്യ ഈ ലോകം മുഴുവനായിട്ട് ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ലോകം മുഴുവൻ വ്യാപിച്ച് ത്വം തിഷ്ടസി അങ്ങ് സ്ഥിതി ചെയ്യുന്നുവോ ദിവ്യാഹ ആത്മവിഭൂതയ ദിവ്യങ്ങളായ ആ ആത്മവിഭൂതികളെ അശേഷേണ വക്തും മുഴുവൻ പറഞ്ഞു തരാൻ ത്വം അർഹസി അങ്ങേക്കേ കഴിയൂ അവയെ എനിക്ക് പറഞ്ഞു തന്നാലും. ഈ ഭഗവാൻ എന്താണെന്നെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ജിജ്ഞാസ വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ആർത്തിയാണ്. എന്താണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ, നല്ല രസമാണ് കഥ കേട്ടിരിക്കാനാണ്. നമ്മൾ ഈ ചില കഥകളുടെയൊക്കെ ക്ലൈമാക്സ് എത്താൻ വേണ്ടി കാത്തിരിക്കില്ലേ. ചിലർ ചിലപ്പോൾ എന്ത് ചോദിച്ചാൽ ബുക്കൊക്കെ വായിക്കുമ്പോൾ പകുതി വായിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ പേജ് ഒന്ന് പോയിട്ട് നോക്കും എന്താ സംഭവിച്ചതെന്ന്. പക്ഷേ അവിടെ ത്രില്ല് പോയി. നമ്മളെ ഇങ്ങനെ എന്താ പറയുക, ഇനി എന്ത് സംഭവിക്കും എന്നിങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവസാനം ക്ലൈമാക്സ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന മാതിരി ആയിരിക്കില്ല, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ. നമ്മളൊരു ജീവിത സ്വപ്നം കാണുന്നു, പക്ഷേ ക്ലൈമാക്സ് അങ്ങനെ വരണമെന്നില്ല. ചില ആൾക്കാർക്കൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിലും അങ്ങനെ വരാം. അപ്പോൾ ഇവിടെ വിഭൂതികൾ കൊണ്ട് അങ്ങ് ലോകമാകെ നിറഞ്ഞ് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അത് ഏതെല്ലാം വിഭൂതികളാണെന്ന് എനിക്ക് അങ്ങോട്ട് അത്ര പിടികിട്ടുന്നില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ സത്ത ഭഗവാനാണ് എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ ശരീര മനോബുദ്ധികൾ അതിനെ വിഷയവികാരങ്ങളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അങ്ങേക്ക് മാത്രമേ ഈ ദിവ്യങ്ങളായിട്ടുള്ള ആത്മവിഭൂതികളെപ്പറ്റി പറഞ്ഞു തരാൻ പറ്റൂ. അത് അങ്ങ് ചെയ്തു തരണം. അത് അങ്ങേക്ക് മാത്രം പറ്റുന്ന കാര്യമായതുകൊണ്ട് അവയെ എനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ ചില സമയത്ത് നമ്മളൊരു കെട്ടിടത്തിൽ ഇങ്ങനെ നിറച്ച് മാല ബൾബുകൾ അല്ലേ, ധാരാളം ബൾബുകൾ ഇങ്ങനെ കത്തിക്കുന്നത് കാണും. അപ്പോൾ അതെല്ലാം വൈദ്യുതി കൊണ്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രവർത്തിക്കുന്നത് വൈദ്യുതി കൊണ്ടാണ് എന്നൊരാളോട് പറയുമ്പോൾ വൈദ്യുതിയെ പറ്റിയിട്ട് വലിയ വിവരമില്ലാത്ത ഒരാൾ അതിൽ ബൾബ് എടുത്തിട്ട് ഇതിൽ വൈദ്യുതി ഒന്ന് കാണിച്ചതാ എന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറ്റില്ല നമുക്ക്. ആ വൈദ്യുതി കൊണ്ട് കത്തുന്നു എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്വർണത്തിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ അതിൽ വിവിധ രൂപങ്ങളിലും വിവിധ നാമങ്ങളിലും ഓരോ വസ്തുവും നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം തന്നെ വിഷയവസ്തുക്കളാണ്. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും സൃഷ്ടി പരമാത്മാവ് തന്നെയാണ്. പക്ഷേ ഒരു കട്ടിയായ സ്വർണം പല പല രൂപത്തിൽ പല പല ഡിസൈനിൽ മാലയായിട്ടും കമ്മലായിട്ടും മോതിരമായിട്ടും ഒക്കെ തിളങ്ങും, പാദസരമായിട്ടൊക്കെ തിളങ്ങുമ്പോൾ അവിടെ അതിൻ്റെ പേരുകൾ ഇതാ മാറി മാറി വരുന്നു അല്ലേ. പക്ഷെ എല്ലാം എന്താണ്? സ്വർണം തന്നെയാണ്. അതുകൊണ്ട് അതെത്ര നല്ലതാണെങ്കിലും ഈ സംസാര സാഗരത്തിൽ നമ്മൾ ജീവിക്കുന്നതിനെ കൊണ്ട് ഈ പല പല രൂപങ്ങളിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. അത് അത്രയ്ക്കും ഭഗവാനിൽ വിശ്വാസമുള്ള ഒരു ഹൃദയത്തിന് മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് ഏതെല്ലാം വിഭൂതികൾ കൊണ്ടാണ് ഈ ലോകമാകെ അങ്ങ് നിറഞ്ഞു നിൽക്കുന്നത് അവയെ മുഴുവൻ എനിക്ക് പറഞ്ഞു തരണമെന്ന് അർജുനൻ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബുദ്ധിയുടെ തലത്തിലേക്ക് ഇത് എത്തിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുട്ടികളുടെ തലയിൽ ഈ മാത്സൊക്കെ പ്രത്യേകിച്ചും കയറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ബേസിക് കൺസെപ്റ്റ് പോലും ഇല്ലാതെ ആയിരിക്കും ചിലപ്പോൾ അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് കുറേ ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ഫോർമുല കാണാതെ പഠിപ്പിച്ച് അവരുടെ ബുദ്ധിയിലേക്ക് അത് എത്തിക്കണം. ബാക്കി വിഷയങ്ങൾ കുറച്ച് എളുപ്പമാണ്. ഓരോരുത്തർക്കും ഓരോ വിഷയമാണ്. എങ്കിൽ പോലും പൊതുവേ കുട്ടികളിൽ കാണുന്നതാണ് മാത്സ് വിഷമം. സത്യം പറച്ചാൽ മാത്സ് വളരെ എളുപ്പമാണ് കേട്ടോ. പക്ഷേ അതിനോടുള്ള ആറ്റിറ്റ്യൂഡാണ്. ആദ്യം തന്നെ അത് വിഷമമാണ് എന്ന് എടുത്തു കഴിഞ്ഞാൽ മാത്സ് വിഷമം തന്നെ. പിന്നെ ആ കുട്ടി 1ാം ക്ലാസ് 2ാം ക്ലാസ് മുതലേ
ഒന്നാമത്തെ കാര്യം ടേബിൾസ് ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയേ പോലുമില്ല. ഐഡൻറ്റിറ്റീസ് അറിയില്ല, ടേബിൾസ് അറിയില്ല, ഫോർമുല കാണാതെ പഠിക്കാൻ വയ്യ, അതൊക്കെയാണ്. അങ്ങനത്തെ കുട്ടികൾക്ക് പിന്നെ മാത്സ് വിഷമാണെന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതവുമില്ല, അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഞാനിതിനൊക്കെ കീഴടക്കും, അല്ലെങ്കിൽ ഞാനിത് പഠിച്ചേ പോകുള്ളൂ അടുത്ത ക്ലാസ്സിൽ എന്ന് വിചാരിച്ച് അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ, ഒന്നും വേണ്ട, ടേബിൾസ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മാത്സ് പിന്നെ ഒരു ഈസി സബ്ജക്റ്റായിട്ട് മാറും. പിന്നെ പ്ലസും മൈനസും കുറച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റായിട്ട് മാറും. അപ്പോൾ ആദ്യം ചെറിയ വലിയ മുകളിലുള്ള കുട്ടികൾ, അതായത് മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, എടാ ആ ക്ലാസ്സിൽ മാത്സ് ഭയങ്കര ടഫാട്ടോ, ഭയങ്കര ടഫാണ്, ഞങ്ങൾ എങ്ങനെയോ കഴിച്ചു കൂട്ടിയതാണ്, ഞങ്ങൾ എങ്ങനെയോ ജയിച്ചു വന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് തലയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ എന്ത് വിചാരിക്കും, അയ്യോ ഇതൊക്കെ പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതുപോലെയാണ് ഭഗവാനെ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ആകാംക്ഷ, അതിനൊരു ജിജ്ഞാസ, അതിനൊരു ആർത്തി തന്നെ കൈവരണം. അത് ബുദ്ധിയുടെ തലത്തിലേക്ക് എത്തണം. ആ ബുദ്ധിയോഗം കൈവരിക എന്ന് പറയുന്നത് തന്നെ കുറച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങയുടെ ഏതെല്ലാം വിഭൂതികൾ കൊണ്ടാണ് അങ്ങ് ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞത്, അതൊന്നും എനിക്ക് വിശദമാക്കി തരുമോ? ഇതാണ് അർജുനൻ ചോദിച്ചത്. ഇനി വീണ്ടും 17ാമത്തെ ശ്ലോകമാണ് നമ്മൾ അടുത്ത ദിവസം ചൊല്ലുന്നു. 16 വരെയാണ് വായിച്ചിരിക്കുന്നത്. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്തി വാതാലയ വാസവിഷ്ണോ.